മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് മാളവിക കൃഷ്ണദാസ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടിയും നർത്തകിയും ഒക്കെയാണ് താരം എന്ന് നമുക്കറിയാം. ഒറ്റപ്പാലം സ്വദേശിയായ മാളവിക പണ്ട് മഴവിൽ മനോരമയിൽ നായികൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ പുറത്തു വന്ന താരമാണ്. ആ ഷോയിൽ നിന്ന് പരിചയപ്പെട്ട തൻ്റെ സുഹൃത്തായ തേജസിനെ തന്നെ മാളവിക വിവാഹം കഴിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജൂൺ 14-ന് 27 വയസ്സ് തികഞ്ഞ മാളവിക ഇപ്പോൾ ഒരു സ്വന്തം വീടിന് ഉടമ കൂടിയാണ്. ഇതിനു മുൻപായിരുന്നു ഇതിന്റെ പാലുകാച്ചെങ്കിലും ഹോം ടൂർ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഹോം ടൂർ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകമായുള്ള സ്റ്റൈൽ എന്ന് തന്നെ പറയാം. ഒറ്റപ്പാലത്തെ കുളത്തിന് സൈഡിൽ കുളം കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വീട് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞണം. ഗുൽമോഹർ എന്നാണ് വീടിന് പേരിട്ടിരിക്കുന്നത്. ഗുൽമോഹറിന് ചുറ്റും തന്നെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ മുഴുവൻ വരാന്തകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വരാന്തകൾ വേണമെന്നുള്ള വാശിക്കാരിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാളവിക. അതുപോലെ തന്നെ എടുത്തു പറയുന്ന കാര്യം, താൻ അവിടെ താമസിച്ചിരുന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ വിളക്ക് കത്തിക്കാനും തിന്നയ്ക്കുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ വീട്ടിലും അതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഗുൽമോഹർ എന്നാണ് ഇപ്പോൾ വീടിന് പേരിട്ടിരിക്കുന്നത്. ഗുൽസു എന്നാണ് മകളെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഗുല്ലുള്ളത് കൊണ്ടും ഗുൽമോഹർ പൂവ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നും മാളവിക പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീട് ഫൈനലി റെഡി ആയിരിക്കുകയാണെന്ന് മാളവിക പറയുന്നു. ഒരുപാട് വിശേഷണങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്യാം എന്ന് പറയുന്നു. ഇപ്പോൾ മഴയുടെ കോട്ടിയാടുമൊക്കെ ഉള്ള ഒരു വീടാണിത്. 2 കോട്ടിയാടാണ് വീടിനകത്തുള്ളത്. ഒന്ന് ഇവരുടെ റൂമിന് വേണ്ടി മാത്രവും ഒന്ന് അല്ലാതെയും. അതുപോലെ തന്നെയാണ് ഇവരുടെ പ്രത്യേകമായിട്ടുള്ള റൂമുകൾ. 2 റൂമുകൾക്കും 2 പ്രത്യേകതയുണ്ട്. 2 റൂമുകൾ മാത്രം മതി എന്നതാണ് അവരുടെ തീരുമാനം. 2 മുറി മാത്രമേ ഉള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് താരം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മാവും കവുങ്ങും തെങ്ങും ഒക്കെ കാണാൻ സാധിക്കുന്നു. ഏറ്റവും മുന്നിലേക്ക് ക്യാമറ തിരിച്ചപ്പോൾ തന്നെയാണ് അറിയുന്നത് അവിടെ നല്ല മഞ്ഞുണ്ടെന്നും മഴയുണ്ടെന്നും ഒക്കെ. അക്കരക്കരയിൽ വലിയ മഴയും മഞ്ഞും ഒക്കെ ഉണ്ടാകാമെന്നും പറയുന്നു. എന്നാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയില്ലായിരുന്നുവെന്നും മഴയില്ലാത്ത സമയം നോക്കി എടുത്തതാണെന്നും കൂടിയാണ് നമ്മൾ പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടൈൽ എന്നുകൂടി പറയുന്നത്. ഓരോ ടൈലിനും ഓരോ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. കോളിംഗ് ബെല്ലിന് പകരം അവിടെ ഒരു മണിയാണ് കൊടുത്തിരിക്കുന്നത്. വേണമെന്നുള്ളവർക്കും അത് എടുക്കുകയും ചെയ്യാം. വലതുകാല് വെച്ച് അകത്തേക്ക് കയറുമ്പോൾ ഡബിൾ ഡോർ വേണമെന്നും അതുപോലെ ഇടതുവശത്ത് ലിവിംഗ് റൂമും വലതുവശത്ത് കിച്ചൺ റൂമുമാണ് ഉള്ളത്. ഇതിന് പ്രത്യേകിച്ച് സെപ്പറേഷനോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വളരെ എസ്തറ്റിക് ആയിട്ട് തന്നെയാണ് ഇവർ അത് ചെയ്തിരിക്കുന്നത്. മുന്നിലേക്ക് പോകുമ്പോൾ ഇടതുവശത്താണ് വളരെയധികമുള്ള ഒരു കോർട്ട്യാർഡ്. അവിടെ തന്നെയാണ് പൂജാമുറി ഉള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് അമ്മയുടെ മുറി. അതിനപ്പുറത്താണ് തേജസിൻ്റെ മാളവികയുടെ മുറി. ശരിക്കും ഇവിടെ സോഫകൾക്ക് പകരം അല്ലെങ്കിൽ മേശകൾക്ക് പകരം തിണ്ണകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പഴയ വീടിൻ്റെ വൈബ് കൊണ്ടുവരാനും അതുപോലെ തന്നെ പഴയ വീടിൻ്റെ ഓർമ്മകൾക്കുമാണ് മാളവിക ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫർണിച്ചർ ഫുള്ളി കസ്റ്റമൈസ് ചെയ്തവരെയും ഒക്കെ തന്നെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും സംസാരിക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിലുള്ള ഓരോ കാര്യങ്ങൾ ഉൾപ്പെടെ പലരും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സ്പേസ് തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരൊറ്റ AC വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹാളിൽ മാത്രം തന്നെ ഒരു AC, പിന്നീട് മുറികളിലും AC. ഇത്തരത്തിലുള്ള ചെറിയ വീടാണ്. പണ്ട് ചെറുതിലെ നമ്മൾ വീട് വരയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനെ 4 കാലും ഒരു കൂരയും വരയ്ക്കുമല്ലോ. അതുപോലത്തെ വീട് വേണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹമെന്ന് മാളവിക പറയുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.